ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷ്ണു രാഘവ് കഥാ തിരക്കഥ സംവിധാനം ചെയ്ത് നീരജ് മാധവ്, ഗൗരി കൃഷ്ണ, അജു വർഗീസ് എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് ഡിസ്നി ഹോട്ട്സ്റ്റാർ അല്ല ജിയോ ഹോട്ട്സ്റ്റാർ, ജിയോ ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവർ റിലീസ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെബ് സീരീസ് ആണ് LCU അഥവാ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് നൈറ്റ്. അതാണ് അവസ്ഥ. കൂടെ നിൽക്കണം, നടത്തി തരണം. വേറെ ആര് വേണമെങ്കിലും ഇതൊരു 6 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസ് ആണ്. ഇതിൽ ഓരോ എപ്പിസോഡും അപ്രോക്സിമേറ്റ്ലി ഒരു 30 മിനിറ്റ്സ് ഒരു മാർക്കിലാണ് വെച്ചാൽ ചില 29, ചില 31, 32 ആ റേഞ്ച് പോകും. ഈ ഒരു സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2.5 മണിക്കൂർ, 2.5 തൊട്ട് 2.25 മണിക്കൂറിനുള്ളിൽ തീരും. ആ റൈറ്റിംഗും ബാക്കി ഇൻട്രോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആണ് LCU. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പേരുകളല്ലാതെ മെയിൻ ക്യാരക്ടേഴ്സ് വേറെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ആനന്ദ് മന്മഥൻ ഉണ്ട്, കിരൺ പീതാംബരൻ, ഗംഗാ മീര, തങ്കം മോഹൻ, ജമീല സലാം ഉണ്ട്, സഹീർ മുഹമ്മദ് ഉണ്ട്, മഞ്ജുശ്രീ നായർ ഉണ്ട്. ഈ കാര്യം മെയിൻ ക്രക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നീരജ് ചെയ്യുന്ന ക്യാരക്ടറും ഗൗരി ചെയ്യുന്ന ക്യാരക്ടറും ഈ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ കണ്ടുമുട്ടുന്നു, അതേ ഫാൾ ഇൻ ലവ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് നീരജിന്റെ ജോലി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ അവർ നാട്ടിലോട്ട് വരും. ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരും. ട്രിവാൻഡ്രത്തോട്ടാണ് അവർ വരുന്നത്, അവിടെയാണ് അവരുടെ വീട്. അപ്പൊ ട്രിവാൻഡ്രത്ത് വരുന്നു. അതിന്റെ കൂടെ തന്നെ നീരജിന്റെ വീട്, അതായത് അവിടെ പുതിയ നാട്ടില് ട്രിവാൻഡ്രത്ത് പുതിയൊരു വീട് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്ന ഭവനം എന്ന് പറയുന്ന രീതിയിൽ അവരൊരു വീട് പണിഞ്ഞുകൊണ്ട് വരണം. അപ്പം ജോലിയില്ല, നാട്ടിൽ വന്നു, ഇനി എന്ത് സംഭവിക്കും, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് പ്ലസ് ലവ്, ഇത് എങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ അതിന്റെ ഒരു നല്ല രസമായിട്ട് ഒരു കോമഡി പരിപാടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇമോഷണൽ പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എന്റെ റിയൽ ആയിട്ടുള്ള എന്റെ ഒപ്പീനിയൻ. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, മൾട്ടി ലാംഗ്വേജ് ആണ് ഈ ഒരു സീരീസ്. മലയാളത്തിലുണ്ട്, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, ഹിന്ദി, ബംഗാളി, ഇത്രയും ലാംഗ്വേജസിൽ അവൈലബിൾ ആണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ. ഇപ്പൊ പറഞ്ഞ ആ ഒരു ചെറിയൊരു കഥ തന്നെ അവർ മാക്സിമം വലിച്ചു നീട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? ഓഫ് കോഴ്സ് യെസ് ഉണ്ട്. പക്ഷേ ഈ അത്രയും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഇതല്ലാതെ ഈ രണ്ട് ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിനിടയിൽ സംഭവിക്കാനുള്ള ഒരുപാട് ഇവന്റ്സും കാര്യങ്ങളും അവർ ഫിൽ ചെയ്തിട്ട് നമുക്കൊരു ആകാംക്ഷ തരുന്നുണ്ടെങ്കിൽ, അതിന് എന്താകും എന്നൊരു തോട്ട് തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഇവിടെ അങ്ങനെ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. ചെറിയ ചെറിയ ഇവന്റ്സ് അവിടെ ഇവിടെ നടക്കുന്നു എന്നതല്ലാതെ ഇതെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. അതെല്ലാം നടക്കുന്ന ഒരു സ്ഥലത്താണെന്നോ അല്ലെങ്കിൽ ഇത്രയും ഒരു ടെൻഷൻ അവർക്കുണ്ടെന്നോ. അതായത് നീരജിനാണെങ്കിലും ഗൗരിയുടെ ക്യാരക്ടറിനാണെങ്കിലും അജു എന്ന് പറയുന്നത് നമ്മുടെ നീരജിന്റെ കസൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവരുടെയൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ശരി, ഒരു ടെൻഷൻ ഒക്കെ നമുക്ക് തോന്നണം, എന്നല്ലേ നമ്മളത് ബിലീവ് ചെയ്യുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓരോ സെപ്പറേറ്റ് ഇവന്റ്സ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഒരു സ്ഥലത്താണ് സംഭവിക്കുന്നത്, ഇത്രയും വലിയ ടെൻഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊരു ഫീല്. മേക്ക് ബിലീഫ് ആണല്ലോ സീരീസ് അല്ലെങ്കിൽ മൂവി എന്ന് പറയുമ്പോൾ. അത് പ്രോപ്പറായിട്ട് മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞ കാര്യം വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ചെറിയ എലമെന്റ്സ് ഉണ്ടല്ലോ ഓരോ സീൻസിന്റെ ഇടയിൽ വരുന്ന, മേ ബി അത്രയ്ക്ക് റെലവെന്റ് അല്ലാത്ത, പക്ഷേ ഈ സീൻസിന്റെ കുറച്ചും കൂടി ഒറിജിനാലിറ്റി, അല്ലെങ്കിൽ നടക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ അകത്ത് തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നതിന്റെ അപ്പുറം കാണിക്കാനായിട്ട് 1-2 റിലേറ്റീവ്സ് അല്ല, അയലോക്കാരെന്ന് പറയുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയും കുറച്ച് കാര്യങ്ങൾ അവർ കാണിക്കുന്നതല്ലാതെ ഇതെല്ലാം ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് തോന്നില്ല. ഇത് ഒരിടത്തിരുന്ന് ചെറിയൊരു പരദൂഷണം ആരെങ്കിലും പറയുന്നു എന്നതിന്റെ അപ്പുറം ഇതൊരു കഥയുടെ ഒരു ആസ് എ ഹോൾ നമുക്കൊരു സ്ഥലത്ത് നടക്കുന്നതാണെന്നോ, ഇതെല്ലാം ഇൻവോൾവ് ആണ്, കണക്റ്റഡ് ആണ് എന്നൊരു ഫീല് വരുന്നില്ല. ക്ലിപ്പ് ബൈ ക്ലിപ്പ് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു കണക്ഷൻ തോന്നാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നാണ് തോന്നുന്നത് ഈ ഒരു കഥയിൽ. അതുപോലെ തന്നെ ഇതിന്റെ BGMs ഒക്കെ ചിലയിടത്ത് ഒട്ടും നന്നായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മ്യൂസിക് ഒന്നും അത്രയും കണക്ട് ആയില്ല. സോങ്സ് ഉണ്ട്, അതും എനിക്ക് അത്രയ്ക്ക് ഒരു രസം എന്നൊന്നും തോന്നിയില്ല. ഐ ഡോണ്ട് നോ എന്താണെന്ന്, പക്ഷെ മ്യൂസിക് എനിക്ക് അങ്ങോട്ട് വർക്ക് ആയില്ല എന്നുള്ളതാണ്. BGMസും ചിലയിടത്തൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് BGMs എന്ന് പറയാം. പെട്ടെന്നൊരു എന്താ പറയാ, ചെറിയൊരു ഇമോഷണൽ ഒരു സാധനം വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു കോമഡി സാധനം അതിൻ്റെ ഇടയിൽ കൊണ്ടിടും. മിക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇത് എന്താ പറയാ, ഒരു ഇമോഷൻ വേണം, കോമഡി വേണം, ഇതെല്ലാം വേണം എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തതുപോലെയാണ് തോന്നിയിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു ട്രാൻസിഷനോ കാര്യങ്ങളൊന്നും ഒട്ടും സ്മൂത്ത് അല്ല. അതുകൊണ്ട് ബിലീവബിൾ ഒരു ഫാക്ടേഴ്സ് അതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിംഗ് ഒക്കെ ഇറ്റ് വാസ് ഗുഡ്. സിനിമാറ്റോഗ്രഫി ഒക്കെ കൊള്ളായിരുന്നു. ഗംഭീരം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്കകത്തിരിക്കുന്ന സീക്വൻസസ് കുറച്ചുണ്ട് ഈ ഒരു വെബ് സീരീസിന്റെ അകത്ത്. അതിൻ്റെ അകത്ത് തന്നെ ഗ്രീൻ സ്ക്രീൻ ആണ് ബാക്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എവിഡന്റ് ആയിട്ട് മനസ്സിലാവും. ഓടിക്കുന്നതല്ല, ഗ്രീൻ സ്ക്രീൻ ഇട്ടാണെന്ന് തോന്നുന്ന ഒരുപാട് സീക്വൻസസ് ഉണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ബിലീവബിൾ എന്ന് നമ്മൾ തോന്നി വരുമ്പോഴത്തേന് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഓക്കെ അതൊരു സ്റ്റുഡിയോ ആണെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അതിന്റെ ബിലീവബിൾ ആ ഒരു സംഭവം നമ്മൾ തിരിച്ച് പുറയിലേക്ക് വലിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സീക്വൻസസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. വണ്ടി ഓടിക്കുന്നതിന്റെ അകത്ത് തന്നെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും തന്നെ ഗ്രീൻ സ്ക്രീൻ ആണെന്ന് ഭയങ്കര എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അത് ഇത്രയും
ഉറപ്പായിട്ടും കുറച്ച് നല്ലൊരു ബഡ്ജറ്റ് ചെയ്ത ഒരു വെബ് സീരീസ് തന്നെയാണെന്ന് ഉറപ്പാണ്. അപ്പൊ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അതിന്റെ ഒരു ആസ്വാദനം അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഇതിന്റെ അകത്തുള്ള ക്യാരക്ടേഴ്സായിട്ട് ഒരു കണക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അവർ കരയുന്ന കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരണമല്ലോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ ഒരു ടെൻഷൻ വരണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. അഭിനയിച്ച ആൾക്കാർ ബോറാക്കിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ പ്രസന്റ് ചെയ്താലും നമുക്കൊരു കണക്ഷൻ കിട്ടാത്തടത്തോളം കാലം അവർ എന്ത് ഇമോഷൻ കൊണ്ടുവന്നാലും, ലൈക്ക് ഇമോഷണൽ ആ സാധനമാണെങ്കിലും കോമഡി ആണെങ്കിലും ടെൻഷൻ ആണെങ്കിലും നമുക്കത് കിട്ടില്ല. അഭിനയിച്ചുകൊണ്ടിരിക്കുക കൊള്ളാം എന്നതിന്റെ അപ്പുറം നമുക്ക് കണക്ഷൻ തോന്നില്ല എന്നുള്ളതാണ്. അവർ അഭിനയിച്ച് കൊളവാക്കിയെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ നമുക്ക് അതങ്ങോട്ട് കിട്ടുന്നില്ല. ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് സ്റ്റാർട്ടിങ് വന്നത്. രണ്ടാമത്തെ എപ്പിസോഡ് വന്നപ്പോഴും ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ആദ്യം വാവ് എന്നൊരു ഇതില്ലെങ്കിൽ പോലും ഇറ്റ് ഇസ് ഗുഡ് എന്നൊരു സാധനം വന്നു. സെക്കൻഡ് എപ്പിസോഡ് ഒന്നും കുറച്ച് തന്നു, തേർഡ് ആയപ്പോൾ പിന്നെയും തന്നു, അങ്ങനെ താന്ന് ഇതിന്റെ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേന് ഓൾമോസ്റ്റ് പോരാ അല്ലെങ്കിൽ കൊള്ളില്ല എന്നൊരു തോട്ടിലോട്ടാണ് ഞാൻ വന്നെത്തിയത്. ടെക്നിക്കലേക്ക് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് എന്നുള്ളത് മാത്രമല്ല, എൻ്റെ സ്ക്രീൻ പ്ലേ എന്നുള്ളത് മാത്രമല്ല, എടുത്തു വെച്ചേക്കുന്ന എൻ്റെ ഡയറക്ഷനിലൊക്കെ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. കൺവിൻസിങ് ആയില്ല ഈ കഥ എന്നുള്ളതാണ്. വളരെ ചെറിയൊരു ത്രെഡ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ട് അത് എൻഗേജിങ് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ഓരോ പ്രാവശ്യം ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേനും അവർ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്ലിഫ് ഹാങ്ങർ, ഒരു കൈൻഡ് ഓഫ് സാധനം അവർ ഇടുന്നുണ്ട്. ഇറ്റ് ഇസ് ഗുഡ്, നല്ലതാണ്. നമുക്കൊരു ആകാംക്ഷ വരും എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്, നമുക്കൊരു ഐഡിയ ഉണ്ട്. ഭയങ്കര വ്യൂ എന്നുള്ള ഒരു ഇത് അല്ലെങ്കിലും ഒരു ഹുക്ക് അവർ ഇട്ട് വെക്കുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഗൗരിയും നീരജും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നീരജിന്റെ ഒരു ക്യാരക്ടറൊക്കെ തന്നെ ബിലീവബിൾ ഒരു രീതിയിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അവർ ആക്ടിങ് ആണ് നമുക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റാർട്ടിങ് എപ്പിസോഡ് തൊട്ടേ ഉള്ള ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അവരിപ്പോൾ ഓരോ ഷോട്ട്സ് എടുക്കുമ്പോഴത്തേന് ആദ്യത്തെ പൊസിഷൻ വേറൊരു ആംഗിളിൽ നിന്ന് അവർ ഷോട്ട് കാണിക്കുമ്പോൾ പൊസിഷനിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സെയിം പൊസിഷൻ അല്ല, എക്സ്പ്രഷൻസിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നീരജിന്റെ ചില ഷോട്ട്സിലൊക്കെ തന്നെ ഹെയറിന്റെ ഒക്കെ തന്നെ ലെങ്ത് ഡിഫറെന്റ് ആണ്. അത് കോതി വെച്ചേക്കുന്ന രീതി, ഒരെണ്ണത്തിൽ ഒരു സീൻ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയ ഒരു സീൻ ഉണ്ട്. അപ്പൊ അതിൻ്റെ അത് മുടി ഭയങ്കര ഡ്രൈ ആണ്, ഷോർട്ടാണ് ഹെയർ. ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ലോങ് ഹെയർ, നമ്മൾ കുളിച്ചിട്ടൊക്കെ വരത്തില്ല, എണ്ണ തേച്ചിട്ട് നമ്മളിങ്ങനെ പറ്റിച്ച് വെക്കില്ലേ, ആ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പം അതൊരു അത്രയും കൺവിൻസിങ് രീതിയിൽ വരാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ വരുമ്പോഴത്തേനും അത് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സീൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു മെയിൻ ഇഷ്യൂ ഇവർ എൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ ഫാമിലികളുടെ തമ്മിലുള്ള ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ട്രെയിലറിൽ തന്നെ ഉള്ളതാണ്, ഒന്നും സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ തന്നെ ഒട്ടും കൺവിൻസിങ് അല്ല. അവർ എന്തിനാണ് ഇത്രയും വലിയ ടെൻഷൻ അടിക്കുന്നത് എന്നുള്ള ഒരു റിലേഷനിൽ ഇത്രയും അവർക്ക് തമ്മിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. അവിടെ ഒരു ഈഗോ വർക്ക്ഔട്ട് ആയി എന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു ഫീലോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അവരിങ്ങനെ പറയുന്നു, നമ്മൾ ഓക്കെ ശരി എന്നുള്ള രീതിയിൽ അംഗീകരിക്കുക എന്നല്ലാതെ, അതായത് കാണുന്ന കാര്യം ഓക്കെ അങ്ങനെ ആയിരിക്കും എന്നല്ലാതെ നമുക്ക് കൺവിൻസിങ് രീതിയിൽ അവർക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം. കണ്ട് നിരാശ തോന്നുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് മാത്രമാണ് എനിക്ക് ഈ ഒരു വെബ് സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. ടൈം വേസ്റ്റ് ആയി എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഐ വാസ് നോട്ട് ഓൾ സാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ് സത്യം. അപ്പൊ നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. 10ന് എത്ര റേറ്റും കൊടുക്കും എന്നും കൂടി ഇടുക. അതാകുമ്പോഴത്തേന് ഇനി വേറെ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് അവർ കാണാനോ കാണാതിരിക്കാനോ ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അതുപോലെ നമ്മൾ ചാനൽ പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അത് വായിച്ച് നോക്കി എനിക്ക് പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും അത് ഭയങ്കര ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അണ്ടിൽ ദെൻ ബൈ.